ഈ നായിന്റെ മോനെ നാട്ടുകാരും പോലീസുകാരും ഇങ്ങനെ തല്ലിച്ചതച്ച് കൊണ്ടുപോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ഏ ആരെയാണ് ഏത് നായിന്റെ മോനെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ദാ കണ്ടിട്ട് വാ. കണ്ടില്ലേ? ഈ നായിന്റെ മോനെ നാട്ടുകാരും പോലീസും കൂടെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൊണ്ടുപോകണ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? എന്നാ സങ്കടം പടണ്ട കേട്ടോ. ഈ നായിന്റെ മോൻ ചെയ്ത എന്താന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. അതിനു മുമ്പ് വേറൊരു വീഡിയോ ഉണ്ട്, അവിടെ ഒന്ന് കാണും. കണ്ട 13 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞ് ആശുപത്രിയിൽ കിടന്നിട്ട് വിളിക്കുന്ന വിളി കണ്ടോ? 13 വയസ്സായ ഒരു പിഞ്ചു മോള്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്. കണ്ട അതിന്റെ ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതായത് ഈ തല്ലിച്ചതച്ചു കൊണ്ടുപോകുന്ന ഈ നായിന്റെ മോന്റെ ഓട്ടോയിൽ ആ പൊന്നുമോളൊന്ന് കേറിയതാണ് ആ പൊന്നുമോള് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ഈ നായിന്റെ മോന്റെ ഓട്ടോയിൽ ആ പൊന്നുമോളൊന്ന് കയറിക്കഴിഞ്ഞപ്പോൾ ഈ നായിന്റെ മോൻ എന്താ ചെയ്തതെന്നറിയോ? ഇവന് ആ കുഞ്ഞിനെ ആ വീട്ടിൽ കൊണ്ടാക്കാതെ ഇവൻ വേറെ ഇടത്ത് കൊണ്ടുപോയിട്ട് വിറ്റു ആ കുഞ്ഞിനെ പലർക്കായിട്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ പലരും പീഡിപ്പിച്ചു. അവസാനം ഹോസ്പിറ്റലിലായി കിടക്കുന്ന ആ രംഗമാണ്. അതായത് ഈ നായിന്റെ മോന്റെ ഓട്ടോയിൽ ആ കുഞ്ഞ് കയറിയപ്പം ഇവൻ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനെ എല്ലാവർക്കും വിറ്റു. എന്നിട്ട് അതിന്ന് പൈസയും വാങ്ങി ഇവനും അതേപോലെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആ നായിന്റെ മോന്മാരെല്ലാവരെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടുകാര് ഇവന് കൊടുക്കുന്ന ഇടിയാണ്. ഡൽഹിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ നായിന്റെ മോനെ നാട്ടുകാര് പഞ്ഞിക്കിടുന്ന രംഗാണ്. നിങ്ങൾ പറയും, ഈ നായിന്റെ മോനെ ഇങ്ങനെ തല്ലണോ അതോ കൊല്ലണോ? നിങ്ങൾ പറ. ഒരു കൊച്ചു കുട്ടി ഒരു ഓട്ടോക്കാരനെ വിശ്വസിച്ചു ആ ഓട്ടോയിൽ കയറുമ്പോൾ എന്താ ഈ ചെയ്യേണ്ടത്? ഒരു ഓട്ടോക്കാരൻ മാന്യമായിട്ട് ആ കുട്ടീനെ ആ കുഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ? ഇവനും ഇതേപോലത്തെ മക്കളുണ്ടാവൂലേ? 19 വയസ്സായില്ല ഈ നായിന്റെ മോന്. അപ്പൊ ഈ നായിന്റെ മോൻ എന്താ ചെയ്ത? ആ 13 വയസ്സായ ആ കുഞ്ഞിനെ കൊണ്ട് ആർക്കൊക്കെ വിറ്റു. 5 ദിവസം എന്തോ ആണ് ആ കുഞ്ഞിനെ പലരും ഉപദ്രവിച്ചത്. മനസ്സിലാക്കണം, 5 ദിവസം പല രീതിയിൽ ആ 13 വയസ്സായ പിഞ്ചു മോളെ ഉപദ്രവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കും പെൺകുട്ടികളുള്ളതാണ്, നമ്മളെ മക്കൾക്കാണ് ഇത് സംഭവിച്ചെങ്കിലോ സഹിക്കുമോ നമ്മള്? അപ്പൊ ഇങ്ങനത്തെ നായിന്റെ മോനെ തല്ലണോ കൊല്ലണോ? നിങ്ങൾ പറയും. ഇവനൊക്കെ എന്തേന്നറിയാ? സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണ്ടേ ഈ നായിന്റെ മോനൊക്കെ, അല്ലെങ്കിൽ റോട്ടിൽ കുഴിച്ചിട്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. എങ്ങനെ? കല്ലെറിഞ്ഞ് കൊല്ലണം. അല്ലെങ്കിൽ അവന്റെ സാമാനം അങ്ങോട്ട് ചെത്തിക്കളയണം. അതല്ലേ ചെയ്യേണ്ടത് ഈ നായിന്റെ മോനൊക്കെ? നിങ്ങൾ പറയും, അതാണോ ചെയ്യേണ്ടത്? അത് തന്നെയാണ് നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും ചവിട്ടി കൂട്ടിയിട്ടുണ്ട് ഈ നായിന്റെ മോന. നല്ല ഇടിയും കൊടുത്തിട്ടുണ്ട്. എന്താ പറ നിങ്ങൾ? ഇങ്ങനല്ല ഈ നായിന്റെ മോനിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അല്ലാണ്ട് വേറെന്തെങ്കിലും ശിക്ഷ കൊടുക്കണം? ഇല്ല, ഇത് തന്നെയാണ് ശിക്ഷ. പക്ഷെ ഇത് കുറഞ്ഞു പോയെന്നാണ്. അവൻ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത രീതിയിൽ അവന്റെ നാവിക്കൂടം ചവിട്ടി അവന്റെ ബൾബടക്കം പൊട്ടിച്ച് പുറത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞു.